മിഡിൽ ഈസ്റ്റിലെ കലുഷിതമായ അന്തരീക്ഷം ആഗോള ഭൗമരാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഇന്ന് സ്വന്തം മണ്ണിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. വാഷിംഗ്ടണിലെ അതീവ സുരക്ഷാ മേഖലയായ ഫോർട്ട് മക്നൈറിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട നിഗൂഢ ഡ്രോണുകൾ വെറും ഒരു സുരക്ഷാ വീഴ്ചയല്ല, മറിച്ച് അമേരിക്കൻ അധികാര കേന്ദ്രങ്ങളുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ ശത്രുക്കൾക്ക് കഴിയുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. വിദേശ മണ്ണിൽ യുദ്ധം നയിക്കാൻ ഉത്തരവിടുന്ന സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെയും വസതികൾക്ക് തൊട്ടുമുകളിലായി ഈ അജ്ഞാത യന്ത്രപക്ഷികൾ വട്ടമിട്ട് പറക്കുമ്പോൾ തങ്ങളുടെ സുരക്ഷാ കവചങ്ങൾ എത്രത്തോളം ദുർബലമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നു. സ്വന്തം ഉന്നത ഉദ്യോഗസ്ഥരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ ആലോചിക്കേണ്ടി വരുന്ന അവസ്ഥ പെന്റഗണിന്റെ ആത്മവിശ്വാസത്തിനേറ്റ വലിയ പ്രഹരമാണ്. അമേരിക്കൻ സൈന്യം ലോകമെമ്പാടുമുള്ള താവളങ്ങളിൽ FPCON ചാർലി എന്ന ഉയർന്ന സുരക്ഷാ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നത് ഭയം അവരെ എത്രത്തോളം പിടികൂടിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്ന കാഴ്ചയാണ് യുദ്ധത്തിന്റെ മൂന്നാം വാരത്തിൽ കാണുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ വിജയം പ്രഖ്യാപിക്കുന്ന ട്രംപിന്റെ പ്രസംഗങ്ങൾ വെറും വാചക കസർത്തുകളായി മാറുകയാണ്. സെഡ്ജിൽ ബാലിസ്റ്റിക് മിസൈലുകളും അതിനൂതന ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ നടത്തുന്ന പ്രതിരോധം അമേരിക്കൻ സൈനിക മേധാവിത്വത്തിന്റെ അഹങ്കാരത്തെ തകർത്തിരിക്കുന്നു. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്നിട്ടും ഇറാന്റെ മിസൈൽ കരുത്തിനെ തളയ്ക്കാൻ കഴിയാത്തത് വാഷിംഗ്ടണിലെ യുദ്ധതന്ത്രജ്ഞരെ കുഴപ്പിക്കുന്നുണ്ട്. വെറുമൊരു സൈനിക നീക്കത്തിനപ്പുറം ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നാഡീഞരമ്പായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന തന്ത്രപരമായ ഇടപെടലുകൾ അമേരിക്കയെ ശരിക്കും ശ്വാസം മുട്ടിക്കുന്നു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാൻ നടത്തുന്ന ഈ സാമ്പത്തിക യുദ്ധം അമേരിക്കയുടെ വിപണികളെ തകർക്കാൻ പോകുന്നതാണ്. ആയുധബലം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാമെന്ന അമേരിക്കൻ മിഥ്യാധാരണയ്ക്കേറ്റ തിരിച്ചടിയാണിത്. ഇറാന്റെ മൊസൈക് പ്രതിരോധ സിദ്ധാന്തം അമേരിക്കയെ ഒരു ചതിക്കുഴിയിലേക്കാണ് നയിക്കുന്നത്. നേരിട്ടുള്ള യുദ്ധത്തിൽ വിജയിക്കുന്നതിനേക്കാൾ തോൽക്കാതെ പിടിച്ചുനിന്ന് ശത്രുവിനെ തളർത്തുക എന്ന ഇറാന്റെ തന്ത്രം അമേരിക്കയെ ഒരു നീണ്ട യുദ്ധത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. എത്ര കാലം വേണമെങ്കിലും പോരാടാൻ തയ്യാറാണെന്ന ഇറാന്റെ പ്രഖ്യാപനം ട്രംപിനും സംഘത്തിനും നൽകുന്ന മുന്നറിയിപ്പ് വ്യക്തമാണ്. ഈ യുദ്ധം അമേരിക്ക വിചാരിക്കുന്നത്ര എളുപ്പമാകില്ല.